നമസ്കാരം. പറവൂർ കോട്ടുവള്ളിയിൽ അയൽവാസിയുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ അടിമുടി ദുരൂഹത. 10 ലക്ഷം രൂപ ആശാ ബെന്നി വാങ്ങിയിട്ടുണ്ട് എന്നാണ് സൂചന. ഈ തുക എന്തിനാണ് ഉപയോഗിച്ചത് എന്ന കാര്യത്തിലടക്കം വ്യക്തത വരാറുണ്ട്. ഭാര്യയുടെ പണമിടപാടിനെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ് ഭർത്താവ് ബെന്നി പറയുന്നത്. ഭാര്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോഴാണ് പണമിടപാടിനെക്കുറിച്ച് അറിയുന്നത് എന്നും ഭർത്താവ് പറയുന്നുണ്ട്. അതേസമയം ആശയും അയൽവാസികളായ പ്രദീപും ബിന്ദുവുമായി വലിയ പണമിടപാട് നടന്നതിനും തെളിവുകൾ ഇല്ല. അതേസമയം ഇരുവരുടെയും പണമിടപാടിൽ ദുരൂഹതയുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ചെറിയ പണം കൈമാറിയിട്ടുള്ളൂ എന്നാണ് പ്രാഥമിക പരിശോധനകളിൽ തെളിഞ്ഞത്. ഇതോടെ പണമിടപാട് സംബന്ധിച്ച് ദുരൂഹതകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പണം കൊടുത്തതിനും വാങ്ങിയതിനും തെളിവുകൾ കൃത്യമായി ഇല്ല. പണമിടപാടിൽ മറ്റാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം അന്വേഷിക്കും. ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയതിന് നടപടി നേരിട്ടയാളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. വരാപ്പുഴ ഉരുട്ടിക്കൊലക്കേസിൽ കൈക്കൂലി വാങ്ങിയതിനാണ് പ്രദീപ കുമാർ നടപടി നേരിട്ടത്. 2018 പറവൂർ സിഐയുടെ ഡ്രൈവറായിരുന്നു പ്രദീപിനെ കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. പ്രദീപ് അന്ന് സസ്പെൻഷനിലും ആയിരുന്നു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയും അയൽവാസിയുമായ ബിന്ദു അമിത പലിശ ഈടാക്കുകയും വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തതിൽ മനം നൊന്താണ് ആത്മഹത്യ എന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. കടം വാങ്ങിയ 10 ലക്ഷം രൂപയ്ക്ക് പകരമായി 30 ലക്ഷത്തോളം രൂപ നൽകിയിട്ടും വീണ്ടും പണം ആവശ്യപ്പെട്ട ബിന്ദുവും ഭർത്താവ് പ്രദീപും ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി. സംഭവത്തിൽ ഭീഷണിപ്പെടുത്തിയ ബിന്ദുവിനും പ്രദീപ് കുമാറിനും എതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. മരിച്ച ആശയുടെ ആത്മഹത്യാക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബിന്ദുവിനെയും പ്രദീപ് കുമാറിനെയും കഴിഞ്ഞ ദിവസം മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇരുവരെയും അന്വേഷിക്കുന്നുണ്ട് എന്നും പോലീസ് പറഞ്ഞു. പറവൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച ബിന്ദുവിൽ നിന്നും ഭർത്താവിൽ നിന്നും ഭീഷണി ഉണ്ടായിട്ടും പോലീസ് ഇടപെട്ടിട്ടില്ല എന്നും ആക്ഷേപം ഉയരുകയാണ്. പോലീസിൽ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ല എന്നാണ് ആശയുടെ ഭർത്താവ് ബെന്നി പറയുന്നത്. ഭീഷണിയെക്കുറിച്ച് ആശ ആലുവ റൂറൽ SP കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. പരാതിക്ക് പിന്നാലെ പറവൂർ പോലീസ് ഇരുകൂട്ടരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെ പലിശക്കാർ രാത്രി വീണ്ടും ആശയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കുകയായിരുന്നു. ഇതിൽ മനം നൊന്താണ് ആശ ആത്മഹത്യ ചെയ്തത് എന്ന കുടുംബം പറയുന്നുണ്ട്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ്, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെ ആശ എഴുതിയ ആത്മഹത്യക്കുറിപ്പും വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മുതലും പലിശയും തിരിച്ചടച്ചിട്ടും പലിശക്കാർ ഭീഷണി തുടർന്നുവെന്ന് ആശയുടെ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആശയ്ക്ക് പണം നൽകിയ ബിന്ദുവും ഭർത്താവും ഇപ്പോൾ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഇരുവരെയും കാണാതായതെന്ന് അയൽവാസികൾ പറയുന്നു. ആശ ആത്മഹത്യ ചെയ്തതോടെ ഇരുവരും വീട് വിട്ട് പോവുകയായിരുന്നു. സംഭവത്തിൽ പോലീസിനെതിരെയും വ്യാപകമായി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. നമസ്കാരം. സംസ്ഥാനത്ത് ഉത്സവങ്ങളിലെ കെട്ടുകാഴ്ചകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. വൈദ്യുതി സുരക്ഷയുടെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സംസ്ഥാന ഊർജ്ജ വകുപ്പ് ഉത്തരവിറക്കിയത്. അനുമതിയില്ലാതെ വലിയ വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നവർക്കെതിരെ കേസെടുക്കും. വലിയ കെട്ടുകാഴ്ചകൾക്ക് 1 മാസം മുൻപ് മുൻകൂർ അനുമതി വാങ്ങണമെന്നും ഊർജ്ജ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. വിദൂര സ്ഥലങ്ങളിൽ നിന്നും വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നതിനാണ് നിയന്ത്രണം. ഇത്തരത്തിൽ കെട്ടുകാഴ്ചകൾ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായാൽ വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടാത്ത രീതിയിൽ കെട്ടുകാഴ്ചകളുടെ ഉയരം നിജപ്പെടുത്തേണ്ടി വരും. പോലീസിൻ്റെയും KCBയുടെയും മുൻകൂർ അനുമതി വാങ്ങുകയും വൈദ്യുതി ലൈനുകളിൽ മുട്ടുന്ന സാഹചര്യം കണ്ടെത്തിയാൽ വൈദ്യുതി ലൈനുകൾ അഴിച്ചുമാറ്റി പുനഃസ്ഥാപിക്കേണ്ട ചെലവും ഉത്സവ കമ്മിറ്റി വഹിക്കേണ്ടി വരും. ഉത്സവ സീസണിൽ 6 മാസം മുൻപ് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണം. ഇതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ സമിതി രൂപീകരിക്കണമെന്നും ഊർജ്ജ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. കെട്ടുത്സവങ്ങൾ, കാവടി ഉത്സവങ്ങൾ, ഗണേശ ചതുർത്ഥിക്കെല്ലാം ഈ ഉത്തരവ് ബാധകമായേക്കും. ഓരോ വർഷവും കെട്ടുത്സവത്തിന്റെ ഉയരം കൂട്ടുന്നത് ഒഴിവാക്കണമെന്നും ഉത്സവങ്ങളിലെ വൈദ്യുത സുരക്ഷ സംബന്ധിച്ച് KSEB കഴിഞ്ഞ വർഷം മാർച്ച് 30 ഊർജ്ജ വകുപ്പിന് സമർപ്പിച്ച കത്തിന്റെ തുടർ നടപടിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പോലീസിന്റെയും KSEBയുടെയും മുൻകൂർ അനുമതി ഉത്സവ കമ്മിറ്റി 1 മാസം മുൻപെങ്കിലും വാങ്ങണം. അനുമതിയില്ലാതെ വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരവും മറ്റ് നിയമപ്രകാരങ്ങളും നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. വടക്കൻ ജില്ലകളിലെ കെട്ടുത്സവങ്ങൾ, മധ്യ കേരളത്തിലെ കാവടി ഉത്സവം, ഗണേശ ചതുർത്ഥി പോലെ വലിയ രൂപങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടുവരുന്ന
ഉത്സവാഘോഷങ്ങൾ എന്നിവയിലാണ് വൈദ്യുതി ലൈനുകളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.